ഹലോ ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജൂലൈ 5-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് 3 പേര് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം അനുശ്രീയായിരുന്നു. അവൾ തന്ന കവായി സ്റ്റിക്കറും സ്റ്റിക്കി നോട്ട്സും ആയിരുന്നു. അത് അപ്പം തന്നെ തീർന്നു ഗായ്സ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് പാരൻസ് ഒക്കെ ഗിഫ്റ്റ് തന്നു. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. ഈ ഫസ്റ്റ് തന്നെ അനശ്വരയുടെ ഒരു മിററായിട്ടാണ്. ഇതൊക്കെ മിറേഴ്സാണ്. പിന്നെ അതേ ഇവിടെ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗൗരി എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ ഹലോ ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജൂലൈ 5-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് 3 പേര് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം അനുശ്രീയായിരുന്നു. അവൾ തന്ന കവായി സ്റ്റിക്കറും സ്റ്റിക്കി നോട്ട്സും ആയിരുന്നു. അത് അപ്പം തന്നെ തീർന്നു ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് പാരൻസ് ഒക്കെ ഗിഫ്റ്റ് തന്നു. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. ഈ ഫസ്റ്റ് തന്നെ അനശ്വരയുടെ ഒരു മിററായിട്ടാണ്. ഇതൊക്കെ മിറേഴ്സാണ്. പിന്നെ അതേ ഇവിടെ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗൗരി എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ ഹലോ ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജൂലൈ 5-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് 3 പേര് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം അനുശ്രീയായിരുന്നു. അവൾ തന്ന കവായി സ്റ്റിക്കറും സ്റ്റിക്കി നോട്ട്സും ആയിരുന്നു. അത് അപ്പം തന്നെ തീർന്നു ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് പാരൻസ് ഒക്കെ ഗിഫ്റ്റ് തന്നു. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. ഈ ഫസ്റ്റ് തന്നെ അനശ്വരയുടെ ഒരു മിററായിട്ടാണ്. ഇതൊക്കെ മിറേഴ്സാണ്. പിന്നെ അതേ ഇവിടെ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗൗരി എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ ഈ പൂവ് തന്നിരിക്കുന്നത് മിററാണ്. ഈ തണ്ട് നൂലാണ്. ബാക്കിയെല്ലാം ക്രയോൺസ് തന്നെയാണ്. അടുത്ത ഗിഫ്റ്റ് ജാൻവി തന്നതാണ്. ജാൻവി തന്ന ഒരു ഡ്രോയിങ് കിറ്റാണ്. അതിൻ്റെ അകത്ത് എനിക്ക് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഡ്രോയിങ് ബുക്ക് എനിക്ക് ഇടയ്ക്ക് തീർന്നിരുന്നു. ഇപ്പോഴാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഈ ഡ്രോയിങ് ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ലെങ്തൊക്കെ ഉണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല പടമൊക്കെയാണ് ഫ്രണ്ട് പേജ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതെ ഓയിൽ പേസ്റ്റിലുണ്ട്. ഓയിൽ പേസ്റ്റിൽ ഇടയ്ക്ക്